ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ഇന്ന് നോമ്പുകാലത്തിൻ്റെ ചിന്തയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 7-ഉം 8-ഉം തിരുവചനങ്ങൾ വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? നമ്മളോട് എല്ലാവരോടും ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഇവിടെ വന്ധ്യയായ സാറ ദാസിയായ ഹാഗാറിനെ വാടക ഗർഭപാത്രമായിട്ട് ആണ് പരിഗണിച്ചത് അല്ലെങ്കിൽ ഉപയോഗിച്ചത്. താൻ ഗർഭിണിയായി എന്നറിഞ്ഞ ഹാഗാർ വന്ധ്യയും വൃതയുമായ സാറായെ അവജ്ഞയോടെ വീക്ഷിച്ചു. ക്രൂതിയായ സാറായി ഭർത്താവിൻ്റെ അനുവാദത്തോടെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ ഇറക്കി വിട്ടു. യജമാനൻ അബ്രാഹത്തിന്റെ സന്തതിയെ ഗർഭത്തിൽ വഹിക്കുന്ന ഹാഗാർ മരുഭൂമിയിൽ അലഞ്ഞു. എങ്ങോട്ടെന്നറിയാതെ നിന്ദിതയും നിരാശ നിറഞ്ഞവളുമായി ഉത്കണ്ഠയും ഭയവും അവളെ വേട്ടയാടി. നീരുറവിയുടെ അരികിൽ നടന്നിരുന്ന ഹാഗാറിന് മുമ്പിൽ ആണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. ദൂതന്റെ ചോദ്യം മരുഭൂമിയിൽ അനുഭവത്തിന്റെ ഒരു പ്രത്യേക മാനം വ്യക്തമാക്കി തരുന്നു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഹാഗാറിനെ ഗാഠമായ ഒരു ആത്മശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ് വ്യക്തമായ ആ ചോദ്യം. പേര് വിളിച്ചുകൊണ്ടാണ് തുടക്കം. സാറായുടെ ദാസിയായ ഹാഗാറെ. സത്യം വെളിപ്പെടുത്തുന്നതും നിർവചിക്കുന്നതുമാണല്ലോ പേര്. ഞാൻ ആരെന്നുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലാണ് പേര് എന്നുള്ളതുകൊണ്ട്. ഞാൻ ആരാണ് എന്ന അവബോധമാണ് മരുഭൂമി അനുഭവത്തിൽ നിന്ന് ആദ്യമേ ഉണ്ടാകുന്നത്. അവിടെ ഹാഗാർ ഒരു ദാസിയാണ്. എങ്ങനെ അവൾ ദാസിയായി, ആരാണ് അവളെ ദാസിയാക്കിയത് എന്നൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നില്ല. തുടർന്നുള്ള 2 ചോദ്യങ്ങളും അതിപ്രധാനം തന്നെ. എന്താണെന്ന് നമുക്കറിയാം. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വ്യക്തമാക്കി അറിയാം. അവൾ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോകുന്നതാണ് കാണുന്നത്. എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. ദൂതൻ അവൾക്ക് നൽകുന്ന നിർദ്ദേശം മടങ്ങിപ്പോകുക. ഗർഭിണിയായ അവൾക്ക് സംരക്ഷണം ആവശ്യമാണ്. അത് അബ്രാഹത്തിന്റെ ഭവനത്തിൽ ലഭിക്കും. ഹാഗാറിനോട് ദൂതൻ ചോദിച്ച ചോദ്യം ഇന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നോമ്പ് കാലത്തിൻ്റെയും മരുഭൂമി അനുഭവത്തിൻ്റെയും ഒരു ലക്ഷ്യം ഇതാണ്: വ്യക്തവും സൂക്ഷ്മമായൊരു ആത്മശോധന. ആരാണ് ഞാൻ? എന്നെക്കുറിച്ച്, എൻ്റെ തനതാത്മകതയെക്കുറിച്ച്, എൻ്റെ വ്യക്തമായ സത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം എനിക്കുണ്ടാകണം. ആരെങ്കിലും തന്നതും ഇന്ന് ഞാൻ അറിയപ്പെടുന്നതുമായ പേരിന് അപ്പുറത്തേക്ക് ഞാൻ ആരെന്ന അന്വേഷണം ആവശ്യമാണ്. ഞാൻ ആരെന്നുള്ള അന്വേഷണം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യം വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. സ്വയം കണ്ടെത്തലിന് പ്രേരിപ്പിക്കുന്നതാണ് മരുഭൂമിയിലെ ഏകാന്തതയായിട്ട് കിട്ടിയത്. അതോടൊപ്പം മറ്റു 2 ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവ സഹായിക്കും. എവിടെയാണ് എൻ്റെ തുടക്കം? എന്താണ് എൻ്റെ ലക്ഷ്യം? ഞാൻ അനാഥനല്ല. ലക്ഷ്യമറിയാതെ ജീവിതപാതയിൽ തപ്പി നടയുന്ന നീളല്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതനായ, ദൈവത്തിന് പ്രിയങ്കരനായ മകൻ അല്ലെങ്കിൽ മകൾ ഞാൻ. ഈ ആത്മാവബോധം ശക്തിപ്പെടുത്താൻ നമുക്ക് ഈ നോമ്പുകാലം സഹായകമാക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിനോട് ചേർന്നിരുന്നുള്ള ഈ നോമ്പുകാലത്തിന് പ്രസക്തിയുള്ളൂ. ഈ കൊച്ചു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. നമുക്കതിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. യേശുവേ, ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണമേ.
ഞങ്ങൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? കർത്താവേ, നിന്നോടൊപ്പം ആയിരിക്കാനുള്ള കൃപകൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ശുദ്ധീകരണത്തിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യം അങ്ങ് നൽകണമേ. ഹല്ലേലൂയ.